കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. എന്റെ കഥ എന്ന ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ടവരും അവർ കടന്നുപോകുന്ന ജീവിതത്തെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ പ്രതീക്ഷകളുമാണ് പങ്കുവയ്ക്കുന്നത്. വൃക്കരോഗികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. ഇന്ന് ഈ രോഗത്തെക്കുറിച്ച് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പ്രവീൺ നമ്പൂതിരി പറയുന്നത് കേൾക്കാം. വൃക്കരോഗത്തിനെ കുറിച്ച് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ, ഈ അസുഖം ഒരു വ്യക്തിയുടെ മാത്രം ഒരു അസുഖമല്ല, ഒരു കുടുംബത്തിനെ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ്. അസുഖത്തിന്റെ വേദനകളും അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉപരി കുടുംബം മൊത്തം സഫർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഫൈനാൻഷ്യലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഈ അസുഖം ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുന്നു. ഒരു രോഗി ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസിന് വരുമ്പം ആ രോഗിയുടെ കുടുംബം മൊത്തം ആ രോഗിയുടെ ഈ ഒരു ചികിത്സയുടെ ചുറ്റുമാണ് ഇവോൾവ് ചെയ്യുന്നത്. കുട്ടികളുടെ പഠിത്തമാണെങ്കിലും അവരുടെ ദിനചര്യ ആണെങ്കിലും കൂടെ വരുന്ന റിലേറ്റീവ്സിൻ്റെയോ ബൈസ്റ്റാൻഡറിൻ്റെ ഡെയിലി ലൈഫ് ആണെങ്കിലും ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സയുടെ പുറത്താണ് ഓടുന്നത്. അത് മാത്രമല്ല, രാവും പകലും എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകാം, ആശുപത്രിയിലോട്ട് ഓടേണ്ടി വരും. ഇതിന്റെ ബാക്കിലുള്ള സൈക്കോളജിക്കൽ ഇഫക്റ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാണുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന്റെ ഇടയ്ക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ ഇടയ്ക്കും ഡിപ്രഷന്റെ, മെന്റൽ ഇൽനെസസിന്റെയും സ്ട്രെസ്സിന്റെയും ഉറക്കമില്ലായ്മയുടെയും ഇൻസിഡൻസ് ഭയങ്കര കൂടുതലാണ്. അവരിൽ കുറെ ആൾക്കാർ ഡിപ്രഷനിലെ ട്രീറ്റ്മെന്റ് തേടുന്നു. അവരിൽ സൂയിസൈഡൽ ടെൻഡൻസീസിന്റെ ഇൻസിഡൻസും ഭയങ്കര കൂടുതലാണ്. എന്റെ കഥ ഇന്ന് തുടങ്ങുന്നത് പ്രിൻസി, അലൻ എന്ന 2 സഹോദരങ്ങളുടെ അടുത്തു നിന്നാണ്. നമുക്ക് അവരുടെ കഥ കേട്ടു തുടങ്ങാം. എൻ്റെ പേര് പ്രിൻസി തങ്കച്ചൻ. എൻ്റെ സഹോദരൻ അലൻ തങ്കച്ചൻ. ഞങ്ങൾ രണ്ടുപേരും വൃക്കരോഗികളാണ്. എനിക്ക് വൃക്ക മാറ്റിയിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 7 വർഷമാകുന്നു. സഹോദരന് ഇപ്പോൾ 1.5 വർഷമാകുന്നു. പാരമ്പര്യമായി വൃക്കരോഗമുള്ളവരാണ് ഞങ്ങൾ. മാടനടയിൽ നിന്നും ശ്രീനാരായണപുരത്താണ് ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഞങ്ങൾക്കില്ല, രണ്ടുപേരും മരണപ്പെട്ടു പോയി. അമ്മയുടെ സൈഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ വൃക്കരോഗം പാരമ്പര്യമായി വന്നത്. അമ്മയും അമ്മയുടെ 2 സഹോദരങ്ങളും അവരുടെ മക്കളും ഞങ്ങൾ രണ്ടുപേരും മുഴുവൻ 7 പേർക്ക് ഞങ്ങൾ കുടുംബത്തിൽ വൃക്കരോഗമുണ്ടായി. ഇന്ന് ജീവനോടെ ഞാനും എൻ്റെ സഹോദരനും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പ്രിൻസിയുടെ രോഗം തിരിച്ചറിഞ്ഞ സമയം മുതൽ പിന്നീട് വൃക്ക മാറ്റിവെക്കൽ വരെ പ്രിൻസി പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയ സമയത്താണ്, 19ാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. പഠനം ഇതോടുകൂടി എനിക്ക് വയ്യാതായ ഒരു, കാരണം അതിനുശേഷം ആഴ്ച 2 ഡയാലിസിസ്, പിന്നെ 3, പിന്നെ ആഴ്ച 4 ഒന്നിരാടൊന്ന ക്രമത്തിൽ ചെയ്യേണ്ടി വന്നതോടുകൂടി മറ്റൊന്നും ചെയ്യാനായിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഡയാലിസിസ് ചെയ്യുക, വീട്ടിൽ വരിക, പിന്നെ ആശുപത്രിയിൽ പോവുക, വീട്ടിൽ വരിക എന്നതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2018 പാലക്കാടുള്ള സുകുമാരൻ എന്ന് പറയുന്ന ഒരങ്കിള് എനിക്ക് വൃക്ക ദാനം ചെയ്യാനായിട്ട് വന്നു. നാട്ടുകാരുടെയും അതോടുകൂടി തന്നെ സുഹൃത്തുക്കളുടെയും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടി എനിക്ക്
വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് സാധിച്ചു. പ്രിൻസിക്ക് പിന്നാലെ അലനും രോഗം സ്ഥിരീകരിക്കുന്നു. ഈ അസുഖം വരുന്നത് 17ാമത്തെ വയസ്സിലാണ്. പനി വന്നപ്പോൾ വന്ന തുടക്കമായിരുന്നു. ഇന്ന് 10th എക്സാം ആയിരുന്നു. അപ്പം എക്സാം തീരുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ പനി വന്നപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു നല്ല പനിയുണ്ട്, വിട്ടുമാറുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്തു, റിയാക്റ്റിൻ 1.3. ചേച്ചിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ബയോപ്സിയൊക്കെ ചെയ്തപ്പോഴത്തേ 2 കിഡ്നിയിൽ ഒരു കിഡ്നിയിൽ നിന്ന് മറ്റേ കിഡ്നിയിലേക്ക് അസുഖം പകരുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പം 4 വർഷം തുടർച്ചയായിട്ട് മെഡിസിൻ കഴിക്കണം. അസുഖം പൂർണ്ണമായിട്ട് മാറത്തില്ല, ഈ അസുഖം എന്തായാലും ഡയാലിസിലേക്ക് വരും എന്ന് ഡോക്ടർ തീർച്ചയായിട്ടും പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, വേദനകളും സങ്കടവും ഐസിയിലൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് പോയത്. സ്വന്തം വൃക്കമാറ്റിവെക്കലിനു ശേഷം അധികം വൈകാതെ സഹോദരന്റെ വൃക്കമാറ്റിവെക്കലിലേക്ക് കാര്യങ്ങളെത്തുന്നു. അതിനുശേഷം ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് ചെലവുകളുണ്ടായി. അതൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ സഹോദരനും ഇതേ അസുഖമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം 2 പേർക്ക്, അമ്മയ്ക്ക് വന്നു, പിന്നെ 2 കുട്ടികൾക്കും ആയെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടോ അത് ഉൾക്കൊള്ളുന്നതിൽ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അനിയന് മരുന്നുകളൊക്കെ കൊടുത്തു നോക്കി. ഏകദേശം 4 വർഷം കഴിയുന്നിടത്തോളം നമുക്ക് ചികിത്സകൾ കൊടുക്കാം, ഡയാലിസിസ് ചെയ്യാതെ പോകാമെന്നുള്ളത് നമ്മുടെ ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. സാറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സകളൊക്കെ നടത്തുകയും അതിനുശേഷം എറണാകുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വഴി സഹോദരനും വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയി. 2023 ഫെബ്രുവരി മാസം 7-ാം തീയതി സഹോദരന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്തു. കിഡ്നി രോഗവും ശസ്ത്രക്രിയയും തുടങ്ങിയ അവസ്ഥയിലെ വേദനയും ബുദ്ധിമുട്ടുകളും നിലനിൽക്കെ വിധിയുടെ മറ്റൊരു വിളയാട്ടം ഇവിടെ തേടിയെത്തി. അപ്പോൾ ഈ രാവിലെ ഷുഗർ നല്ല ഡൗൺ ആയിരുന്നു. കൊല്ലം ബെൻസീർ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ നിന്നാണ് ഞാൻ ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് സെറ്റ് ചെയ്തത്. അങ്ങനെ കൊണ്ടുപോയി ഒരു 7 മണിക്ക് ആയപ്പോഴത്തേക്ക് ഡ്രൈവർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറഞ്ഞു. ആദ്യം എൻ്റെ അടുത്താണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഫുള്ള് ഡൗൺ ആയിപ്പോയി. പിന്നെ മൊത്തത്തിൽ ഡൗൺ ആയി പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. അമ്മയില്ല, അപ്പനും കൂടെ പോയപ്പോഴത്തേക്ക് മൊത്തത്തിൽ തീർന്നു. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അച്ഛനും അമ്മയും നഷ്ടമാകുന്ന ബാല്യം ആർക്കും ഉണ്ടാകരുത്, അല്ലേ? അപ്പനും അമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പിന്നെ തമ്മിൽ ആശ്രയിപ്പിച്ച് ജീവിക്കാന്നേ ഉള്ളൂ. ഒരാള് മുന്നോട്ട് വരികയും വിവാഹം കഴിക്കാനും എന്നെ ഇടയായി. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കഴിഞ്ഞെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. സർജറി കഴിയുന്നതോടുകൂടി ഡയാലിസിസ് എന്നൊരു വലിയ ഒരു പ്രയാസം നമുക്ക് മാറിക്കിട്ടും. നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും അതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയടിക്കുക, ഒരുപാട് വെയിൽ കൊള്ളുക, ഒരുപാട് ആൾക്കൂട്ടത്തിനിടയ്ക്ക് എപ്പോഴും നമുക്ക് പോയി നിൽക്കാൻ പറ്റുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ നമ്മൾ പിടിപ്പെടാനുള്ള ഇത് കൂടുതലാണ് നമുക്ക്. അതിനുശേഷമുള്ള ഞങ്ങളുടെ ചെലവുകളെന്ന് പറയുന്നത് 2 പേരുടെയും ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ വരുന്ന അസുഖങ്ങൾ, മാസമുള്ള മരുന്നുകൾ, ട്രീറ്റ്മെൻറ്റുകൾ, ചെക്കപ്പ് കാര്യങ്ങൾ, ഒരുപാട് ചെലവുകൾ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. അലന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഈ അസുഖം സ്വന്തം ചേച്ചിക്ക് വന്നപ്പോഴുള്ള കാര്യങ്ങൾ മുതൽ. എൻ്റെ ചേച്ചിക്ക് ഈ അസുഖം വന്നപ്പം ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ചേച്ചി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, കയ്യെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അത് ഒരാളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കത് മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ശ്വാസം മുട്ട് വന്നപ്പോൾ ശ്വാസം മുട്ടിൻ്റെ ഇത് അവസ്ഥ മനസ്സിലായി. ഐസി കിടന്നപ്പോൾ അതിൻ്റെ അവസ്ഥ മനസ്സിലായി. ഓരോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നെ ഓർത്ത് കരയുന്ന കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നൊരു വ്യക്തിയാണ് ഞാൻ. അലന്റെ വൃക്കമാറ്റിവെക്കലിനായി ഓടി നടന്ന ചേച്ചിയെയും വൃക്കദാനം നൽകിയ ആ വലിയ മനസ്സിനുടമയെയും കുറിച്ച് അലൻ വാതോരാതെ പറയുകയാണ്. എറണാകുളത്തൊരു ജോമോൾ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എനിക്ക് കിഡ്നി ദാനം ചെയ്തത്. ഈ ബെൻസിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു അന്ന്. ആ സമയത്താണ് ചേച്ചി ഈ അവസ്ഥ ചെയ്യുന്നിട്ടും ചേച്ചി കമ്മിറ്റിയിൽ പോയി ഈ പൈസ കൊടുത്തിട്ടാണ് എല്ലായിടത്തും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഗവൺമെന്റിൽ ഇത് വെച്ചിട്ട് ഓരോ ഡോക്ടർമാർ വക്കീൽ വെച്ചിട്ട് ഓരോ
സെക്ഷൻ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അന്ന് ചേച്ചി പോയാൽ ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പാസ്സാക്കി. അത് ദൈവം കാരണമാണ്. പെട്ടെന്ന് തന്നെ പാസ്സാക്കി എല്ലാ കാര്യങ്ങളും കൊടുക്കുകയും പെട്ടെന്ന് തന്നെ സർജറിക്കുള്ള എല്ലാം റെഡിയാകുകയും ചെയ്തു. വൃക്ക മാറ്റിവെക്കലിന് ശേഷം അലൻ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. കാരണം തനിക്ക് മരുന്ന് വാങ്ങണം, ജീവിക്കണം. പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. ജീവിക്കാൻ തുടങ്ങി, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മരുന്നിൻ്റെ കാര്യമായാലും പ്രതിരോധശേഷിയുടെ കാര്യമായാലും മെഡിസിൻ ഇപ്പോൾ മാസം എങ്ങനെയായാലും എനിക്കൊരു 10-500 രൂപ മാസം എങ്ങനെയായാലും വേണം. ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് കൂടുതലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. സിസ്റ്റത്തിൻ്റെ വർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് മുന്നോട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം മെഡിസിനാണ് ഒരു ബുദ്ധിമുട്ട്. എന്ത് ശമ്പളത്തിന് എനിക്ക് മെഡിസിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് നല്ലൊരു ബുദ്ധിമുട്ടാണ്. വേറെ ആരും ഞങ്ങൾക്ക് അങ്ങനെ ആശ്രയമായിട്ടില്ല. ഞാനും എൻ്റെ ചേച്ചി വിവാഹം കഴിച്ച ഹസ്ബൻഡും മാത്രം. ഇനി ഈ സർജറി കഴിഞ്ഞ് നല്ല അവസ്ഥയിൽ ഇരിക്കുന്ന കാരണക്കാരി എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ ഇല്ല. ഞാൻ അമ്മയുടെ സ്ഥാനമാണ്. അപ്പനും ഇല്ല, അമ്മയില്ല. പുള്ളിക്കാരിയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. വൃക്കരോഗം വന്നൊരാളെന്ന നിലയിൽ അലന് പറയാനുണ്ട് നമ്മളോട് ചില കാര്യങ്ങൾ. എനിക്ക് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കിഡ്നി രോഗം വന്നാൽ നമ്മൾ ദൈവവും വേണം, മരുന്നും വേണം. മരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമുക്ക് ദൈവവും വേണം, മരുന്നും വേണം. കരളുള്ളതുകൊണ്ടാണ് നമ്മളെ ദഹനശേഷി മുന്നോട്ട് നടക്കുന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഒരിക്കലും കിഡ്നിക്ക് അസുഖം എനിക്ക് വന്ന കണക്ക് ഒരു മനുഷ്യനും വരരുത്. ഈ ലോകത്ത് ആർക്കും കിഡ്നിക്ക് അസുഖം വരരുത്. വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒന്ന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വയറ്റിൽ നിന്ന് പോകത്തില്ല, നമുക്ക് യൂറിൻ പോകത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ക്ഷീണം, അത് ഇത് എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റേതായ ഫിനാൻഷ്യലി പ്രോബ്ലംസ്, ഡയാലിസിസ് മേടിക്കണം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ അപേക്ഷകൾ കൊടുത്ത് നമുക്ക് ഓരോ ഫണ്ട് കളക്ട് ചെയ്യണം. എന്നാലും നമ്മൾ സർജറി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട്. പുറത്തുനിന്ന് ഫുഡുകൾ കഴിക്കരുത്. നല്ലപോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിൻ പോയില്ലെന്നുണ്ടെങ്കിൽ, കിഡ്നി ഫിൽട്ടർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം കിഡ്നി പഴയ കണ്ടീഷനിലേക്ക് വരും. പിന്നെ റിജക്ഷൻ ആവും. കൃത്യമായി മെഡിസിൻ, ഫുഡ് കൃത്യമായി. സ്വന്തം കാര്യം ആദ്യം നോക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ പ്രാർത്ഥനയും അതുകൊണ്ടാണ് നമ്മൾ ഒരു അവയവം മാറ്റി വയ്ക്കുന്നത്. അതും പുറത്തൊരാളുടെ അവയവമാണ്. സ്വന്തം ജന്മന ദൈവം തന്ന അവയവമല്ല. പുറത്തൊരാളുടെ അവയവമാകുമ്പം അത്രയും ശതമാനം ഉള്ളതിന് 25%, ബാക്കി 75% പുറത്തേക്ക് പോകും. 25% അതിന് തരാൻ പറ്റത്തുള്ളൂ ആ കിഡ്നിക്ക് നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ തന്നെ ദൈവത്തെ ആരാധിക്കുക. ദൈവമാണ് എല്ലാത്തിനും വലുത്. ദൈവത്തെ ആരാധിക്കുക. നന്മ നിറഞ്ഞ മനസ്സിൻ്റെ കാരുണ്യത്താൽ ലഭിച്ച ഈ ജീവിതത്തിൽ അലന് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണുള്ളത്. പിന്നെ പുറത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നാട്ടിലാകുമ്പം ഒരു അസുഖം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി വരാം. പുറം രാജ്യത്താണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വന്ന് ചേർന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പറ്റത്തില്ല. നാട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ജോലി ആഗ്രഹിക്കുന്നത്. സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ടുള്ള പണി, നിന്നുകൊണ്ടുള്ള പണി എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെതായ പാടുകൾ നമുക്ക് വരും ശരീരത്തോട്ട്. അധികമായി വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയിലെ പരിചരണം, പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുന്ന പ്രിൻസിക്കും അലനും വലിയൊരു ആശ്വാസം തന്നെയാണ്. ഞങ്ങൾക്ക് അസുഖമായ സമയത്ത് മാനസികമായിട്ട് ബലപ്പെടുത്താനായിട്ട് സത്യത്തിൽ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഇതെന്ന് പറയുന്നത്, ഞങ്ങൾ ഡോക്ടർ പ്രവീൺ സാറിനെ പറ്റി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പേർക്ക് ആശ്വാസമായ ഒരു വലിയൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും എനിക്ക് തോന്നുന്നില്ല കുട്ടികളെ പോലെ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിന്ന ഇന്ന് കണക്ക് തന്നെ ഞങ്ങളെ കാണുന്നതും. എൻ്റെ കഥ എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് അലനെയും പ്രിൻസിയെയും കാണാനായി ഞാൻ എത്തിയത് ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയിൽ തന്നെയാണ്. കാരണം അലൻ ഇന്ന് ഇവിടെ ചികിത്സയിലാണ്. ഒരു പരിധി കഴിഞ്ഞ് പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ നമുക്ക് കൂടുതലാണ്. അങ്ങനെ അലന് ചെറിയൊരു ഇൻഫെക്ഷൻ ഇപ്പോൾ വന്നപ്പോഴത്തേന് ആകെ ക്ഷീണിച്ചിട്ടാണ് 2 ദിവസം മുന്നേ ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് വരുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ ഞങ്ങളുടെ സാധാരണ മാസത്തുള്ള ഗുളികയും മരുന്നും ചെലവിയും ഒക്കെ വീണ്ടും കൂടി വരുമ്പോഴത്തേക്കും ഇത് ഞങ്ങൾ ആരെങ്കിലും അടുത്തുനിന്ന് കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ചോദിച്ചെടുക്കാതെ ഇവിടുത്തെ ബില്ലടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്. ക്രിയാറ്റിനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് വീണ്ടും നോക്കട്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡിസ്ചാർജ് ആകുമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം പോലെ. പക്ഷേ ഇവിടുന്ന് ഈ ബില്ലടച്ചിട്ട് പോകുന്ന കാര്യമാണ്. അതിനുള്ള പൈസ ഞങ്ങളുടെ ഇല്ല. നമ്മൾ ചോദിച്ച് പലരോടും, പക്ഷേ
ആരും തരാനായിട്ടുള്ളൊന്നും ആരുടെയും കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടുത്തെ ബില്ലടയ്ക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പൈസയില്ല. എങ്ങനെ അടയ്ക്കുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അലൻ്റെ അവസ്ഥ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനും ഇനി ആരുടെ ഞങ്ങൾക്ക് ചോദിക്കാനും എടുക്കാനും ഇല്ല. കാരണം 1.5 വർഷം കൊണ്ടുള്ള മരുന്നും ചിലവും തന്നെ ഓടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ആ ചെറിയ വരുമാനത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നാളത്തെ ബില്ലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അലൻ്റെയും പ്രിൻസിയുടെയും രോഗവിവരം അറിഞ്ഞു ചെന്ന എനിക്ക് മനസ്സിലായത് ഇന്ന് ഇവരെ അലട്ടുന്ന പ്രശ്നം സാമ്പത്തികമാണ്. ആരോരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ ഇന്ന് ഇവിടം വരെ എത്തിയത് സന്മനസ്സുള്ള ഒരുപാട് പേരുടെ സഹായത്താലാണ്. ഇനി ആരോട് സഹായം ചോദിക്കും, ബില്ല് എങ്ങനെ അടയ്ക്കും എന്ന വിഷമത്തിൽ നിൽക്കുന്ന ഇവരെ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇവിടെയാണ് റേഡിയോ ബെൻസിഗറും ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയും അവരെ ചേർത്ത് പിടിച്ചത്. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടും പ്രയാസത്തോടും കൂടിയാണ് അലൻ അഡ്മിറ്റ് ആവുന്നത്. സത്യത്തിൽ മരുന്ന് മേടിക്കാനുള്ള ഒരു പൈസ പോലും ഇല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വരുന്നത്. മരുന്നെടുക്കാൻ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എങ്ങനെ ഈ മരുന്നെടുക്കും, അതിൻ്റെ ബില്ല് അടയ്ക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ അറിഞ്ഞ് റേഡിയോ ബെൻസിഗറിൻ്റെ എൻ്റെ കഥയിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ വിഷയങ്ങൾ ബെൻസിഗറിൽ അധികൃതരിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പറയാനും ഇടയായി. ഒരു വലിയ അത്ഭുതം പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചത്. കാരണം 5000 രൂപ ബില്ല് എങ്ങനെ അടയ്ക്കുമെന്നുള്ളതൊന്നും ഒരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. വളരെ ഭാരത്തോടെ വിഷമത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പേപ്പർ ബില്ല് മേടിച്ചിട്ട് അതിൽ 5000 രൂപ മുഴുവനും ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നു. കൈ കിട്ടിയപ്പം വലിയൊരു അത്ഭുതം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം അത് എങ്ങനെ അത്രത്തോളം സമാധാനം ഞങ്ങൾക്ക് ആയിത്തീർന്നു. എത്ര നന്ദി പറഞ്ഞാലും വാക്കുകളോടെ തീരത്തില്ല ഇത്രയും സഹായം ഞങ്ങൾക്ക് കിട്ടിയതിന്. ഇതിന് മുഖാന്തരമായി തീർന്ന റേഡിയോ ബെൻസിഗറിന്റെ ഡയറക്ടർ ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ ഫാദറിനും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഡയറക്ടർ ഫാദർ ജോൺ ബ്രിട്ടോ ഫാദറിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ കണ്ട സന്തോഷം ഇനിയും തുടർന്നു ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഇനി വേണ്ടത് അലൻ്റെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു നല്ല ജോലിയാണ്. അത് ഉടൻ ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ആരോരുമില്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുന്ന ഈ കുട്ടികൾ ഇനി ജീവിക്കട്ടെ സമാധാനമായി, സന്തോഷമായി. രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 9890901311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എൻ്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.